കോൺഗ്രസ് എങ്ങനെ ഇന്ത്യയിലെ മതേതര പക്ഷത്തിന് ബാധ്യതയാകുന്നുവെന്ന് ഒരിക്കൽ കൂടി കാട്ടിത്തരുന്നതാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം. മുന്നണി മര്യാദ എന്താണെന്ന് സംസ്ഥാന പാർട്ടികൾക്കുള്ള അത്രയും ബോധ്യം രാജ്യത്തിന്റെ പ്രതിപക്ഷ കസേരയിൽ അവകാശം പറഞ്ഞു നടക്കുന്ന രാഹുൽ ഗാന്ധിക്കില്ല. 2020 0.03% മാത്രം വോട്ട് വ്യത്യാസത്തിൽ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നിടത്തു നിന്നാണ് മഹാഗഠബന്ധൻ ഇത്തവണ ബീഹാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2020 70 സീറ്റുകളിൽ മത്സരിച്ച് 19 സീറ്റുകളിലേക്ക് ഒതുങ്ങിയിട്ടും ഇത്തവണ പകുതി സീറ്റെന്ന യാഥാർത്ഥ്യ ബോധമില്ലാത്ത അവകാശവാദമുയർത്തി ആദ്യം തന്നെ സഖ്യത്തിന്റെ ഐക്യം തകർത്തു. 62 സീറ്റെന്ന മുന്നണിയിലെ ധാരണ ആദ്യം അംഗീകരിച്ച കോൺഗ്രസ് RJDയുടെ 5 സീറ്റുകളിലും CPIയുടെ 4 സീറ്റുകളിലും ഉൾപ്പെടെ 11 ഇടങ്ങളിൽ മുന്നണിക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിച്ചു. ഫലത്തിൽ 11 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പിന് മുന്നേ തന്നെ മഹാസഖ്യത്തെ കോൺഗ്രസ് പ്രതിപക്ഷത്ത് നിർത്തി. 2020 70 സീറ്റിൽ മത്സരിച്ച് 19 സീറ്റ് നേടിയെങ്കിൽ 2025 മുന്നണി ധാരണ പ്രകാരം മത്സരിച്ച 62ഉം മുന്നണിയുടെ ധാരണ തെറ്റിച്ച് മത്സരിച്ച 11 ഉൾപ്പെടെ 73 സീറ്റിൽ മത്സരിച്ചിട്ടും 6 സീറ്റുകളിലാണ് ജയിക്കാൻ കഴിഞ്ഞത്. പ്രതിപക്ഷ ഐക്യത്തിന് തുരങ്കം വയ്ക്കുന്ന കോൺഗ്രസ് തിരുത്താത്തിടത്തോളം കാലം ഇന്ത്യയിൽ സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയത്തിന് മറുപടി നൽകാൻ പ്രതിപക്ഷ ഐക്യത്തിന് കരുത്തുണ്ടാക്കാൻ പോകുന്നില്ല. കോൺഗ്രസിനോട് ഒരു ഉപദേശമുണ്ട്: സധൈര്യം മുന്നണിയിൽ നിന്നും മാറി തങ്ങളുടെ ഭൂതകാല സ്വപ്നങ്ങളുടെ ഗർവിൽ ഒറ്റയ്ക്ക് മത്സരിക്കണം. അതാണ് ശരിക്കും ഹീറോയിസം.